ഹായ് ഗൈസ്, കുട്ടിക്കാനത്തെ പ്രശസ്തമായ അമ്മച്ചി കൊട്ടാരത്തിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അമ്മച്ചി കൊട്ടാരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. പണ്ട് കാലത്തൊരു ബിൽഡിംഗ് ആണ്. അതേപോലെ അവിടെ ഇപ്പോൾ ഒരുപാട് സിനിമാ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു വഴി കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗൈസ്, ചരിത്രപ്രധാനമായ അമ്മച്ചി കൊട്ടാരത്തിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. എൻ്റെ പിറകിൽ കാണാം അമ്മച്ചി കൊട്ടാരം. ഒരുപാട് പേരിന്ന് വന്നിട്ടുണ്ട് അമ്മച്ചി കൊട്ടാരം കാണാൻ. പ്രത്യേകിച്ച് ഇന്നൊരു ഒഴിവ് ദിവസം കൂടി ആയത് കാരണം നല്ല തിരക്കുണ്ട്. അപ്പം വണ്ടികളൊക്കെ നമുക്ക് ദൂരമായിട്ടാണെങ്കിലും പാർക്ക് ചെയ്യാൻ കുഴപ്പമില്ല. അങ്ങനെ പ്രത്യേകിച്ച് പാർക്കിംഗ് സ്പേസ് ഒന്നുമില്ല, എന്നാലും പാർക്ക് ചെയ്യാൻ വേറെ ഫീസും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നമുക്ക് നേരെ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഇതിൻ്റെ അകത്ത് വിശേഷങ്ങൾ നോക്കാം, എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന്. ഓക്കെ, പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ മഹാരാജാവ് മൂലം തിരുനാൾ പണി കഴിപ്പിച്ചതാണ് അമ്മച്ചി കൊട്ടാരം. തിരുവിതാംകൂറിൽ തായ്വഴി ഭരണകാലത്ത് റാണി പദവി രാജാവിൻ്റെ സഹോദരിക്കായിരുന്നു. രാജാവിൻ്റെ പത്നിക്ക് അമ്മച്ചി പദവിയും. അങ്ങനെയാണ് രാജാവിൻ്റെ പത്നി താമസിച്ചിരുന്ന കൊട്ടാരത്തിന് അമ്മച്ചി കൊട്ടാരം എന്ന പേര് വന്നത്. വിശാലമായ ദർബാർ ഹാളും രാജാവിൻ്റെ മന്ത്രമണ്ഡപവും കുതിരാലയവും ഭൂഗർഭപാതകളും കളിസ്ഥലവും കൽക്കുളവും എല്ലാം കൊട്ടാരത്തിൻ്റെ ഭാഗമായി പണിതിരുന്നു. 200-ലധികം വർഷങ്ങൾ പഴക്കമുള്ള ഈ കൊട്ടാരം രാജവംശത്തിൻ്റെ വേനൽക്കാല വസതിയായിരുന്നു. കൊട്ടാരക്കര ദിണ്ടിക്കൽ ദേശീയപാതയിൽ കുട്ടിക്കാനത്തു നിന്നും 1 കിലോമീറ്റർ യാത്ര ചെയ്താൽ കൊട്ടാരത്തിലെത്താം. വർഷങ്ങൾക്ക് മുൻപ് അത്യാഡംബരം നിറഞ്ഞ കെട്ടിടം ഇന്ന് ജീർണാവസ്ഥയിലാണ്. പട്ടുപരവതാനികളും വിലമതിക്കാനാവാത്ത ഛായാചിത്രങ്ങളും തടി ഉപകരണങ്ങളും ചെറിയ ബാക്കി പത്രങ്ങളായി ഇന്നുമുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് മാർബിളിൽ തീർത്ത വാഷ് ബേസിൻ. ജയ് മഹിഷ്മതി ഇതിലൊക്കെ ആട്ടിയാക്കി കൊട്ടാരത്തിൽ, അതായത് നമുക്ക് ലൈവായിട്ട് ശവപ്പെട്ടിയിൽ കിടക്കാനുള്ള ഇതുണ്ട്. ഏതോ ഫിലിമിന് വേണ്ടി സെറ്റ് ഇട്ടാന്ന് തോന്നുന്നു ശവപ്പെട്ടിയൊക്കെ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇതിലൊക്കെ വന്ന് കിടക്കാൻ നല്ല രസമായിരിക്കും. ഇന്ന് സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷനാണ് അമ്മച്ചി കൊട്ടാരം. ഫഹദ് ഫാസിലിൻ്റെ കാർബൺ, മോഹൻലാലിൻ്റെ ലൂസിഫർ എന്നീ പടങ്ങളിലൂടെയാണ് ജനമനസ്സിൽ ഇടം നേടിയതെങ്കിലും നല്ല നിലാവുള്ള രാത്രി, പൈലറ്റ്, ഇന്ദ്രിയം എന്നീ സിനിമകളും ഇവിടെ ഷൂട്ട് ചെയ്തതാണ്. ഈ മരവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലാവും, നമ്മുടെ നല്ല നിലാവുള്ള രാത്രിയിൽ ചന്തു വിനോദിൻ്റെ ജീപ്പെല്ലാം കയറി വന്ന് ഈ ഒരു ഭാഗത്താണ് നിർത്തുന്നത്. അതായത് അവരെല്ലാം കയറി വരുന്നൊരു സ്ഥലം ഇതാണ്. ഏതെങ്കിലും കൊള്ളാം, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അമ്മച്ചി കൊട്ടാരം കണ്ടു കഴിഞ്ഞാൽ. അതുപോലെ മോഹൻലാൽ നമ്മുടെ ലൂസിഫറിലെ ഒരു ഭാഗം അഭിനയിച്ചത് ഇവിടെ നിന്നാണ്. കാലങ്ങളായി പ്രദേശവാസിയായ ധർമ്മലിംഗം ചേട്ടനാണ് കൊട്ടാരത്തിന്റെ സൂക്ഷിപ്പുകാരൻ. നാണ് രാജാവിടെ പണിക്കായിരുന്നു. മെയിൻ്റെനൻസ് ഒന്നുമില്ല. ഇപ്പൊ കമ്പനി ചെയ്ത കമ്പനി 6 വരതില്ല ഒന്നുമില്ല. JD മൺറോ എന്ന വിദേശിയാണ് ഈ കൊട്ടാരം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. കൊട്ടാരത്തിന് മരപ്പലകകളാൽ മച്ചുകൾ നിർമ്മിച്ചിട്ടുണ്ട്. നിലത്തിന് ഭംഗിയേകിയിരിക്കുന്നത് തറയോടുകളാണ്. 4 പുറവും നീളൻ വരാന്തയും നടുമുറ്റവും കിടപ്പുമുറിയോട് ചേർന്ന് ശുചിമുറികളും വിശാലമായ സ്വീകരണമുറിയും ഭോജനശാലയും അടുക്കളയും ഒക്കെ ഇവിടെയുണ്ട്. ഇവിടുത്തെ ഒരു ഭൂഗർഭപാത ചെന്നെത്തുന്നത് പീരുമേട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ്. 25 ഏക്കറിലായാണ് അമ്മച്ചി കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. നമുക്കൊരു സ്റ്റെപ്പുള്ള വഴി സൈഡ് കൂടെ ഉണ്ട്. അപ്പോൾ നേരെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും. സ്റ്റെപ്പാണ് നല്ലത്.
അപ്പോൾ നമ്മുടെ അമ്മച്ചി കൊട്ടാരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, അപ്പോൾ നല്ല വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.